വെൽക്കം ടു ബി ടെക്നോളജി. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 2019 സ്കീമിൽ ഫസ്റ്റ് ഇയർ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ മൊഡ്യൂൾ 2 മാഗ്നറ്റിക് സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാസ്റ്റ് സ്റ്റീൽ മാഗ്നറ്റിക് സ്ട്രക്ചർ മെയ്ഡ് for a bar of section 8 cm into 2 cm is shown in figure. നമ്മുടെ കയ്യിൽ ഒരു കാസ്റ്റ് സ്റ്റീൽ മാഗ്നറ്റിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ബാറിന്റെയും ലെങ്ത്തും വിഡ്ത്തും എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ കറന്റ് ദാറ്റ് the 500 turn magnetizing coil on the left limb should carry so that the flux of 2 milliweber is produced on the right limb. അതായത് ഇതിലെ ലെഫ്റ്റ് ലിംബില് നമ്മളൊരു 500 ടേൺ ഉള്ള ഒരു മാഗ്നറ്റൈസിങ് കോയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ലിംബിൽ കൂടി എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്താൽ നമ്മുടെ റൈറ്റ് ലിംബില് 2 milliweber ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ആകുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. μr എന്ന് പറയുന്നത് 600 ആണ്. അതേപോലെ ലീക്കേജ് ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് L/B 8 2 അത്രയും സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ സ്ട്രക്ചറിന്റെ ഫിഗർ തന്നേക്കുന്നതിനകത്ത് ഒരു 25 15 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ 25 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫുൾ സ്ട്രക്ചറിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെയാണ്. പക്ഷെ നമ്മളിവിടെ തന്നിരിക്കുന്നത് എന്താ, ഒരു ബാറിന്റെ ക്രോസ് സെക്ഷൻ ആണ് 8/2 എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ബാർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് 8 സെന്റിമീറ്ററും അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ 2 സെന്റിമീറ്ററും. അപ്പോ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് μr എന്ന് പറയുന്നത് 600 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് ലെഫ്റ്റ് ലിംബിനെ ഉള്ള നമ്പർ ഓഫ് ടേൺസിന് ഞാൻ N1 എന്ന് കൊടുക്കുകയാണ്. N1 എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, 500 ടേൺസും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റൈസിങ് കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ലിംബിൽ കൂടി പോകുന്ന കറണ്ടിനെ നമുക്ക് I1 എന്ന് വിളിക്കാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ ലിംബിലൂടെ ഉണ്ടാകുന്ന ഫ്ലക്സ് അത് നമുക്ക് അറിയത്തില്ല, അതിനെ നമുക്ക് φ1 എന്ന് വിളിക്കാം. പക്ഷെ നമുക്ക് എന്തറിയാം, ഈ 500 ടേൺസ് ഉള്ള മാഗ്നറ്റൈസിങ് കോയിലില് കൂടി എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആ കറണ്ട് കൊണ്ട് റൈറ്റ് ലിംബിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അറിയാം. അപ്പൊ റൈറ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ φ2 നോക്കിയാൽ φ2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 milliweber, അതായത് 2 × 10⁻³ വെബർ. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലെഫ്റ്റ് ലിംബിന് പാരലായിട്ടല്ലേ നമ്മുടെ മിഡിൽ ലിംബും അതേപോലെ റൈറ്റ് ലിംബും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലിംബ്സിനും അക്രോസ് ആയിട്ടുള്ള MMF എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും അക്രോസ് ആയിട്ടുള്ള MMF സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ MMF-ന് നമുക്ക് ഇക്വേഷൻ അറിയാം. MMF എന്ന് പറയുന്നത് എന്താണ്, φ × S. അപ്പൊ റൈറ്റ് ലിംബിലെ ലെഫ്റ്റ് ലിംബിലെ MMF ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, MMF ഓഫ് ലെഫ്റ്റ് MMF ഓഫ് റൈറ്റ്, അങ്ങനെ പറയാലോ. അങ്ങനെ പറയാമെങ്കിൽ MMF-ന്റെ ഇക്വേഷൻ എന്താ, φ × S, അതായത് φ1 × S1 φ2 × S2 എന്ന് എഴുതാമല്ലോ. ഓക്കെ ആണേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫ്ലക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. φ2 തന്നിട്ടുണ്ട്, φ1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് എസിന് ഒരു ഇക്വേഷൻ അറിയാം. അതായത് റിലക്റ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, L/μA. അപ്പം ഇതെന്ന് പറഞ്ഞാൽ L/μ0 μr × A ആണ് ഈ μA ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. φ1 ×
S1 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ ലിംബ് ഫുൾ ആയിട്ട് ബാർ അല്ല ലിംബിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ സ്ട്രക്ചറിന്റെ ലെങ്തും ബ്രെഡ്ത്തും എടുക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഫുൾ സ്ട്രക്ചറിന്റെ ലെങ്ത് ബ്രെഡ്ത്തും എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? 25 സെന്റിമീറ്റർ ആണ് അതിന്റെ, സോറി 25 അല്ല 15 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ലെങ്ത് ഓഫ് ലിംബ് is equal to 15 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ലിംബ് എന്ന് പറയുന്നതാണ് എന്ത്? 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് S1ന്റെ പകരം എന്ത് എഴുതാം? L1 ബൈ മ്യൂ എ എന്ന് തന്നെ എഴുതാം. നമുക്കിവിടെ ഏരിയ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറും? ക്യാൻസൽ ചെയ്ത് പോകും. φ2 നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁻³ വെബർ എന്ന്. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? S2 രണ്ടാമത്തതിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? L2 ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. φ1ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് പറഞ്ഞു? 15 × 10⁻² meter divided by mu into a is equal to ഇനി ഇവിടെ ഒരു കാര്യം അടുത്തെന്ന് പറഞ്ഞാൽ 2 × 10⁻³ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ലെഫ്റ്റ് ലിംബിലെയാണ് നമ്മൾ എഴുതിയത്. ഇതേപോലെ എന്തുണ്ട്? റൈറ്റ് ലിംബിലെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റൈറ്റ് ലിംബ് പോലെ തന്നെ വേറൊരെണ്ണം കൂടെ കിടപ്പുണ്ട്. അതെന്താണ്? നമ്മുടെ മിഡിൽ ലിംബാണ് അല്ലെ. ലെഫ്റ്റ് ലിംബ്, മിഡിൽ ലിംബ്, റൈറ്റ് ലിംബ്. അപ്പൊ ലെഫ്റ്റ് ലിംബിലെയാണ് നമ്മൾ ഒരെണ്ണം എടുത്ത് എഴുതിയത്. MMF across ലെഫ്റ്റ് ലിംബ് വിൽ ബി ഈക്വൽ ടു MMF ഓഫ് റൈറ്റ് ലിംബ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇതും സെയിം ആണെങ്കിൽ അതിന് രണ്ടിനും പാരലായിട്ട് വരുന്ന റൈറ്റിലും സെയിം തന്നെ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതും കൂടി കൂട്ടാനായിട്ട്, അതായത് ലെഫ്റ്റ് ലിംബ് തൊട്ട് ഇങ്ങോട്ടുള്ളത് കൂട്ടാനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഇൻറ്റു L എന്തായിട്ട് എടുക്കാം? നമുക്ക് 25 ആയിട്ട് എടുക്കാം. 25 × 10⁻² ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എ എന്ന് വരും. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെ ഈ ഡിനോമിനേറ്റർ രണ്ടും ക്യാൻസൽ ചെയ്ത് കളയല്ലോ. പിന്നെ എന്തേ ഉള്ളൂ? φ1 is equal to 2 × 10⁻³ into 25 × 10⁻² divided by 50 × 10⁻² എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ φ1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3.33 × 10⁻³ വെബർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3.33 മില്ലി വെബർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് is equal to ടോട്ടൽ ഫ്ലക്സ് φ is equal to φ1 plus φ2, that is 3.33 മില്ലി വെബർ പ്ലസ് 2 മില്ലി വെബർ. എത്ര കിട്ടും? 5.33 മില്ലി വെബർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റ് ലിംബില് അക്രോസ് ആയിട്ടുള്ള MMF കണ്ടുപിടിക്കുക. MMF across ലെഫ്റ്റ് ലിംബ്. MMF across ലെഫ്റ്റ് ലിംബ് അതെന്താണ്? is equal to φ into S. Okay. This is equal to φ into L by mu0 μr into A ആണ്. ഫൈവ് നമ്മളിവിടെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 5.33. എന്തുകൊണ്ടാണ് ഈ 5.33 എടുത്തത്? ഇതിനെല്ലാം ഈക്വൽ ആണെന്ന് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഫ്ലക്സ് വേണം എടുക്കാൻ. ആ സെയിം ഫ്ലക്സ് ആയിരിക്കുമല്ലോ മൊത്തത്തിൽ നമ്മൾ ഫ്ലോ ചെയ്യുന്നത്. മൊത്തം സ്ട്രക്ചറിന്റെ കാര്യമാണ്, നമ്മൾ ഈ ലിംബിലെ കാര്യമാണെന്ന് പറയുന്നത്, ബാറിലെ കാര്യമല്ല. അപ്പൊ 5.33 × 10⁻³ ഇൻറ്റു ലെങ്ത് എത്ര വരുന്നത്? ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 25 × 10⁻² ഡിവൈഡഡ് ബൈ μ0യുടെ വാല്യൂ എന്താണ്? 4π ആണ്. 4π × 10⁻⁷. μr നമുക്ക് തന്നിട്ടുണ്ട് 600 ഉണ്ടെന്ന്. ഇനി എന്താ ഉള്ളത്? ഏരിയ അല്ലേ. അവിടെ ഏരിയ എടുക്കുമ്പോൾ ഏത് ഏരിയ നമുക്ക് എടുക്കേണ്ടത്?
ഇത് നോക്കിക്കേ, 8 സെന്റിമീറ്റർ ഇൻറ്റു 2 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് 4 × 10⁻⁻⁴ ആണ് വരുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 4420.9 ആംപിയർ ടേൺസ് എന്ന് കിട്ടും. അത്രയും ആംപിയർ ടേൺസ് എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? MMF അക്രോസ് റൈറ്റ് ലിങ്ക് കണ്ടുപിടിക്കണം. MMF അക്രോസ് റൈറ്റ് ലിങ്ക്. ഇത് എന്താണ്? 5s ഈക്വൽ അല്ലേ? ഇറ്റ് ഇസ് ഈക്വൽ ടു 2 × 10⁻³ ആണ് 5. എസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ വരും. ഇതിപ്പം 2 × 10⁻³ റൈറ്റ് ലിമ്പിലാണെന്ന് പറഞ്ഞു. അപ്പൊ റൈറ്റിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 മില്ലി വെബർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കറണ്ടാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 മില്ലി വെബർ വേണം എടുക്കാൻ. റൈറ്റ് ലിമ്പിൽ 2 മില്ലി വെബർ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രമാത്രം കറണ്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ MMF അക്രോസ് റൈറ്റ് ലിമ്പ് എന്ന് ചോദിച്ചാൽ അവിടെ ഫൈയുടെ വാല്യൂ എന്താ എഴുതേണ്ടത്? 2 × 10⁻³ ഇൻറ്റു 25 × 10⁻². ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. L/μയുടെ 4π × 10⁻⁷ ഇൻറ്റു 600 ഇൻറ്റു 4 × 10⁻⁻⁴. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1657.86 ആംപിയർ ടേൺസ് എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ MMF എന്ന് പറയുന്നത് 4420.9 പ്ലസ് 1657.86 എന്ന് വരും. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 6078.76 ആംപിയർ ടേൺസ് എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MMF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. കറണ്ട് ഇസ് ഈക്വൽ ടു MMF/N. അതായത് MMF-ന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. MMF ഇസ് ഈക്വൽ ടു N × I. അതാണ് ഈ ആംപിയർ ടേൺസ് എന്ന് പറയുന്ന യൂണിറ്റ് വരാൻ തന്നെ കാരണം. ഇതിനകത്ത് നിന്നാണ് നമ്മൾ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഇസ് ഈക്വൽ ടു MMF/N. MMF എന്ന് പറഞ്ഞാൽ 6078.76 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നതാണ് 500 ടേൺസ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പം 12.15 ആംപിയർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.